മനസ്സിന്റെ മതിമുഖമാവേ എന്നുയിരേ എന്നുയിരേ കൺതുളുമ്പാതെ നീ വളരാൻ കാത്തിരുന്നു നെഞ്ചുറങ്ങാതെ ഗണപതയേ നമ. വിഘ്നേശ്വര ഭഗവാനെ കാത്തുരക്ഷിക്കണേ ഭഗവാനെ. ഓം ശ്രീം ഗം സൗഭാഗ്യ ഗണപതയേ വരവരദ സർവജനം മേം വശമാനയ നമ. വിഘ്നേശ്വരാ എന്റെ ഗണപതി ഭഗവാനേ ഭഗവാനേ വിഘ്നേശ്വര എന്റെ ഭഗവാനേ ഗണനായക വിഘ്നേശ്വര ഒലിപ്പിച്ചേക്കണേ. വാ ഇതൊക്കെ എന്താ സുജാതെ? സാറേ ഇത് നമ്മുടെ സ്റ്റേഷൻ ഗണപതിയുടെ പ്രസാദവും കൊണ്ട് നിർവിഘ്ന പൂജ നടത്താൻ വന്നതാ. നമ്മളെല്ലാ വർഷവും ജാതിമത വ്യത്യാസങ്ങളൊന്നും നോക്കാതെ സ്റ്റേഷന്റെ വക ഓണവും ഗണപതി ആഘോഷവും റംസാനും ക്രിസ്മസും ഒക്കെ നടത്താറുണ്ടല്ലോ. എന്തുവാ എന്തുവാ അവിടെ ഒരു വെടിവെച്ച കേട്ടത്? വെടിയുച്ചൊന്നുമല്ല, ഞങ്ങള് തേങ്ങ പൊട്ടിച്ചതാ. ഓ എന്റെ പൊന്നു കൊച്ചെ, കൊച്ചിന്റെ പൊട്ടീര ഒരു 1.5 പൊട്ടീരായി പോയി കേട്ടോ. ഞാൻ ഒരു നിമിഷം അതിർത്തിയിലാണെന്ന് ഓർത്തുപോയി. ഉടപ്പറന്നോൾ ക്ഷമിക്കണം. എത്രയൊക്കെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടും എന്നിലെ പട്ടാളക്കാരൻ എന്നെ വിട്ട് പോയിട്ടില്ല. ഒരു വെടിയൊച്ച കേൾക്കുമ്പോ, ഒരു ദേശഭക്തി ഗാനം കേൾക്കുമ്പോ, എവിടെയെങ്കിലും ചോരയുടെ മണമടിക്കുമ്പോ ഞാൻ അറിയാതെ ഒരു നിമിഷം മഞ്ഞു പൂക്കുന്ന ലഡാക്കിലേക്കും മണൽ പഴുക്കുന്ന താർ മരുഭൂമിയിലേക്കും മനസ്സുകൊണ്ടൊരു തീർത്ഥയാത്ര നടത്തും. ഒരു യഥാർത്ഥ പട്ടാളക്കാരന് ഒരിക്കലും അവന്റെ അസ്തിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാവില്ല പെങ്ങളെ. പരശുരാമ മതി, നിർത്ത്. നിർത്തി. അല്ലെങ്കിലും കുര കിട്ടിയാണല്ലോ നിങ്ങൾക്ക് ശീലം. രാജ്യസ്നേഹികളെ വെടിവെച്ച് കൊന്നാണല്ലോ ചരിത്രം. പരശുരാമ, കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കണം. ഇനി നിന്റെ ഒച്ച ഇവിടെ കേട്ടാ ഇവിടെ ഒരു വെടിവെപ്പ് നടക്കും. ഈ നിരന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു തോക്ക് ഞാൻ ഇങ്ങനെ വാങ്ങിക്കും. അറിയാലോ നിനക്ക് എന്റെ സ്വഭാവം. വെടി വെക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ വെടി വെക്കും.
ഞാനിതാ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. എങ്കിൽ നിനക്ക് കൊള്ളാം. ഓ, സുജാത വന്ന കാര്യം പറയൂ. നമ്മുടെ സ്റ്റേഷൻ ഗണപതിക്ക് മതമൊന്നും ഇല്ലല്ലോ അമ്മേ. സ്റ്റേഷൻ ഗണപതിക്ക് മാത്രമല്ല, ലോകത്തിൽ ഒരു ദൈവത്തിനും മതമില്ല. സുജാത കാര്യം പറയൂ. ആ ഗണപതിയാണല്ലോ പോലീസിന്റെ പട്ടാളത്തിന്റെ ദൈവം. ആ, അത് കുട്ടി പറഞ്ഞത് 100% ശരിയാ. നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ഭരണം ഇപ്പോഴും ഞങ്ങൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക്. പരശുരാമ, ഓ, ഓ, ഇവിടെ ഒരു അറിവ് പോലും പറയാൻ പറ്റില്ലല്ലോ. മോള് പറ മോളെ. ഒന്നുമല്ലെങ്കിലും ഞങ്ങൾ പട്ടാളക്കാരും നിങ്ങൾ പോലീസുകാരും ഒരമ്മ പെറ്റ മക്കളല്ലേ. ദത്ത സാറിന് കുഞ്ഞുണ്ടായപ്പോ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഒരു നിർവിഘ്ന പൂജ ഇവിടെ നടത്തിക്കളയാന്ന് വെച്ചു. നിർവിഘ്ന പൂജ, അടിപൊളി. അല്ല, സാറിന് വിരോധമൊന്നും ഇല്ലല്ലോ? ഏയ്, ഏയ്. എന്തു വിരോധമാ? ഇതൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ? കാക്കിക്കുള്ളിൽ നല്ല മനുഷ്യരുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമല്ലേ ഇത്? അതെ. ആട്ടെ, എന്തൊക്കെയാ ചടങ്ങുകള്? ചടങ്ങുകളായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലമ്മേ. ആ, ആദ്യം കുഞ്ഞിന് ഞങ്ങൾ കൊണ്ടുവന്ന സമ്മാനം കൊടുക്കുക. പിന്നെ കുഞ്ഞിനെ അച്ഛനെ അമ്മയെ ഉൾപ്പെടുത്തി ഒരു ചെറിയ പൂജ. ആ, ഓ, ഒടുക്കം അച്ഛനെ അമ്മയും പൂമാല ചാർത്തിയിരുത്തി ഞങ്ങൾ പോലീസുകാരുടെ വക ചെറിയൊരു ഭജന. തീർന്നു. എന്നാ പിന്നെ തുടങ്ങിയാലോ? ചേച്ചി പോയി കുഞ്ഞിനെ എടുത്തോണ്ടോ. വേഗമാവട്ടെ. എല്ലാവരും അകത്തേക്ക് വരൂ. ബഹുമതി കുടിക്കാൻ എന്തെങ്കിലും എടുക്കോ? അയ്യോ, പൂജ കഴിയുന്നത് വരെ ഞങ്ങൾ ജലപാനം ചെയ്യില്ല. ആ, പോലീസുകാരായ ഇങ്ങനെ മാതൃകയാകണം. വാ, എല്ലാരും വരൂ. ആ, വാ. വാ, ചടങ്ങുകളൊക്കെ ആരംഭിക്കട്ടെ. വാ. ആഹാ, ഇതാരാ ഇത്?